ഒരു തമിഴ് ത്രില്ലർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മനിതർകൾ എന്നാണ് സിനിമയുടെ പേര്. സോ കുറെ ട്രോൾ പേജസ് വന്നിട്ട് ഇത് വൻ പടമാണ്, കിഡു പടമാണ്, ലെവൽ പടമാണ്, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ത്രില്ലർ ആണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കണ്ടു നോക്കാന്ന്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ആഹാ തമിഴിൽ റിലീസ് ആയിട്ടുണ്ട്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് 6 പേര് വന്നിട്ട് ഒരു കാട്ടിൽ വെള്ളം അടിക്കാൻ പോയി. സോ പോയ സമയത്ത് വൻ വെള്ളം അടിച്ചിട്ട് ഒരൊറ്റെണ്ണത്തിന് ബോധമില്ല, അത്രയും പൂസായിട്ട് നിൽക്കുകയാണ്. പരസ്പരം ഇങ്ങനെ തപ്പി നോക്കിയ സമയത്ത് ഒരുത്തനെ തൊട്ടപ്പോ കയ്യിൽ ഫുള്ള് ചോര. നോക്കുമ്പോ അവൻ ബോട്ടിൽ കയറി ഔട്ടായി. സോ പിന്നെ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ ബാക്കി 5 പേരെ മേത്താണ് ഇഞ്ചുറീസും ഉണ്ട്. അപ്പൊ ഇത് ആരാണ് ചെയ്തത്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പോണ പടമാണ്. ഏകദേശം 104 മിനിറ്റിന്റെ ഒരു പടമാണ്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കിടിലനായിരുന്നു കേട്ടോ. അതായത് അവരുടെ ഒരു ടെൻഷൻ, അതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അവരുടെ ഇമോഷൻസ്, അതേപോലെ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ആവും. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത്, അല്ലെങ്കിൽ പോലീസൊക്കെ വന്ന് പിടിക്കുമോ എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് ആദ്യത്തെ 15 മിനിറ്റ് സാധിച്ചു. ആദ്യത്തെ 15 മിനിറ്റ് നൈസായിരുന്നു. പിന്നീട് അങ്ങോട്ട് ക്ഷമ നശിപ്പിക്കും അജാതൊരു പടമാണ്. 100 മിനിറ്റിന്റെ സിനിമ ഒരു 10 ദിവസം കഴിഞ്ഞ പോലെയാണ് തോന്നിയത്. തീരണമില്ല. അതായത് ഇവർ ആദ്യമൊക്കെ കരയണ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു സിമ്പതി തോന്നും. പിന്നീട് കഥയില്ല, ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തന്മാരെ വെകിളിത്തരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. ചില സീൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആണ്. ടുവേർഡ്സ് എൻഡ് ഒരു പാട്ടിന് അങ്ങനെ കൊടുത്ത വിഷ്വൽസ് വൻ കിടു. അത് വൻ കിടു തന്നെയായിരുന്നു. ഈ ലൈറ്റ്, കാറിന്റെ കുറെ ഡിഫറെന്റ് ഫ്രെയിംസ് ഒക്കെ കാണിച്ചിട്ട് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അതാണ്. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടെറർ ആയിട്ടുള്ള ആൾക്കാർ ഈ കുട്ടികളെ പോലെ കരയുന്നതാണ് പിന്നെ നമുക്ക് കാണാം. നമ്മൾ വിചാരിക്കും പിള്ള മനസ്സിൽ കള്ളമില്ല, അതൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതന്നെ ഉള്ളൂ. ഒരുത്തം കരച്ചിൽ നിർത്തുമ്പോൾ അടുത്ത മോട്ടോർ ഓൺ ചെയ്ത പോലെ വേറെ ഒരുത്തം തുടങ്ങും. ഒരുത്തം വെകിളിത്തരം നിർത്തുമ്പോൾ അടുത്തൊരുത്തം തുടങ്ങും. സോ ഇത് എങ്ങനത്തെ പടമെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ഓരോ സീൻസ് കണ്ടിട്ട് ഡയറക്ടർ ബ്രില്യൻസ് ആണ്, അല്ലെങ്കിൽ ഇത് അതാണ് ഉദ്ദേശിച്ചത്, അന്റാർട്ടിക്കയിൽ മഞ്ഞ് ഉരുകണതാണ് ഉദ്ദേശിച്ചത്, ഗ്ലോബൽ വാർമിംഗ് ആണ് ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവും. പേഴ്സണലി എനിക്ക് ഇതിൽ സ്റ്റോറി പറഞ്ഞ സാധനം ഒട്ടും ഇല്ലാത്ത തോന്നിയത്. ഇതേപോലത്തെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും ട്വിസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ടുവേർഡ്സ് എൻഡൊക്കെ ആകുമ്പോൾ ആരാ ഇത് ചെയ്തെന്നുള്ളത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവും, ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ടാവും. ഇത് അതൊന്നും ഇല്ല. ചില മൊമെന്റ്സ് ഒന്ന് ത്രില്ല് അടുപ്പിച്ച് വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരുത്തം കരയാൻ തുടങ്ങും, പിന്നെ അതിന്റെ പിന്നാലെ പോകും. ഇവര് പറയണതാണെന്ന് വെച്ചാൽ ബേസിക്കലി ഒന്നും മനസ്സിലാവണമില്ല. ഇതിൽ എസ്പെഷ്യലി മനു പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ തുടക്കമൊക്കെ നൈസായിട്ട് പെർഫോം ചെയ്തിട്ട് പിന്നെ ആള് നന്നായി പെർഫോം ചെയ്യില്ലെന്നല്ല, ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആണ്. എന്തിന് ഇത്രയും ഓവർ ആക്കണെന്നുള്ള പലപ്പോഴും തോന്നിപ്പോയി. സോ 106 മിനിറ്റ് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര വലിയൊരു ഡ്യൂറേഷൻ ആയിട്ടാണ് തോന്നിയത്. ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ കൺസെപ്റ്റ് ആയിട്ട് 20 to 25 മിനിറ്റ്സിൽ കിടലായി എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ചിലർക്ക് ഈ പടം ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ പേഴ്സണലി പറയുന്നത് എന്റെ കാര്യമാണ്. അതിന്റെ അടുത്ത് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നല്ല, അത് മനസ്സിലാക്കണമെന്ന്. ഇപ്പൊ കുറെ പേര് വന്നിട്ട് പറയുന്നത്, അതായത് അവർക്ക് ഇഷ്ടമായി പടം, നിനക്ക് ഇഷ്ടമായില്ല, നിന്റെ കുഴപ്പമാണ്. അത് ഞാൻ പിന്നെ എന്താ പറയണ്ടേ? എനിക്ക് ഇഷ്ടമായ മാത്രമല്ല എനിക്ക് ഇഷ്ടമായി പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലരും ചോദിച്ച പോലെ ബിരിയാണിയെ പറ്റി നിനക്ക് എന്താ അറിയാന്ന് ചോദിക്കേണ്ടി വരും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആഹാ തമിഴിൽ അതേപോലെ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ. ഓൾവേസ് ഗോ വിത്ത് ലെസ് എക്സ്പെക്ട്.